വഖഫ് ഭേദഗതിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഹർജി നൽകിയ കേസിൽ ഹർജിക്കാർക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി വന്നിരിക്കുന്നു. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുകയാണ്. വ്യക്തമായ ഒരു കേസ് കണ്ടെത്തുന്നതുവരെ കോടതികൾക്ക് നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഭരണഘടനാപരമായ നിയമപ്രകാരം നിലനിൽക്കുന്ന വ്യക്തമായ കാരണം കണ്ടെത്തുന്നതുവരെ എങ്ങനെ നിയമനിർമ്മാണത്തിൽ കോടതിക്ക് ഇടപെടാനാകുമെന്ന നിഗമനം കോടതി ഉയർത്തി. നിയമനിർമ്മാണത്തിൽ ഭരണഘടനാപരമായ അനുമാനമുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇന്ന് വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജിക്കാരോട് പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി സിബൽ ആവർത്തിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണത്തിൽ ഭരണഘടനാപരമായ ഒരു അനുമാനമുണ്ട്. വ്യക്തമായ ഒരു കേസ് ഉണ്ടാകുന്നതുവരെ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നും കപിൽ സിബൽ വക്കീലിനെ വിമർശിച്ച് കോടതി ചോദിച്ചു. ഇത് തീർച്ചയായും കേസിൽ ഒരു വഴിത്തിരിവും ഹർജിക്കാർക്ക് ഒരു ചെറിയ വിമർശനവുമാണ്. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ല. കേസിൽ നിയമപരമായ നിലനിൽപ്പ് ഹർജികൾക്കുണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യം പരിശോധിക്കുക. നിയമമായി മാറിയ വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി ഹർജികൾ ചീഫ് ജസ്റ്റിസ് ഗവായിയും ജസ്റ്റിസ് AG മാസികും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. 100-ലധികം ഹർജികളാണുള്ളത്. വഖഫ് നിയമത്തിനെതിരെ വാദിക്കുന്നത് രാജ്യത്തെ കൊടികുത്തിയ സീനിയർ അഭിഭാഷകരായ കപിൽ സിബൽ മുതലായവരാണ്. ഹർജിക്കാർക്ക് വേണ്ടി വാദങ്ങൾ ആരംഭിച്ച മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വിവാദ നിയമം മൂലം രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഇല്ലാതാകുമെന്ന് വാദിച്ചു. അതുവഴി മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തെ ലംഘിക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങിയ ബെഞ്ചിനെ അറിയിച്ചു. പള്ളികളെയും ക്ഷേത്രങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് ശ്രീ സിബൽ പറഞ്ഞു, നമ്മുടെ ഭരണഘടനാ പ്രകാരം മതസ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തിന് ധനസഹായം നൽകാൻ കഴിയില്ല. ഒരു പള്ളിയുടെ പരിപാലനത്തിനായി സംസ്ഥാനത്തിന് ധനസഹായം നൽകാൻ കഴിയില്ല. ഒരു ശ്മശാന സ്ഥലം സ്വകാര്യ സ്വത്തിലൂടെ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനാൽ ആളുകൾ പലപ്പോഴും ജീവിതാവസാനത്തിൽ അവരുടെ സ്വത്തുക്കൾ വഖഫായി സമർപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിലേതുപോലെ ഒരു ഛതാവ ഇല്ല. എന്നാൽ പള്ളി അനുബന്ധമായവയ്ക്കും ദർഗകളിലും ഗ്രാന്റുകൾ നൽകുന്നുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ പള്ളികളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ശ്രീ സിബൽ പറഞ്ഞു. 2025 ഭേദഗതികൾ നിരവധി പതിറ്റാണ്ടുകളായി വികസിപ്പിച്ചെടുത്ത വഖഫ് നിയമനിർമ്മാണത്തിന്റെ സുസ്ഥാപിതമായ ചട്ടക്കൂടിൽ നിന്നുള്ള അടിസ്ഥാനപരമായ വ്യതിയാനമാണെന്നും അദ്ദേഹം വാദിച്ചു. നേരത്തെ കോടതി 3 വിഷയങ്ങൾ നീക്കിവച്ചിരുന്നു. വഖഫ് കൗൺസിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും അമുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക, വഖഫിന്റെ കീഴിൽ സർക്കാർ ഭൂമി തിരിച്ചറിയുക. ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം തേടിയിരുന്നു. വിഷയം പരിഹരിക്കുന്നതുവരെ ഈ വിഭാഗത്തിൽ നടപടി നീട്ടിവെക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഇന്ന് കോടതി യോഗം ചേർന്നപ്പോൾ ഈ 3 കാര്യങ്ങളിലും കേന്ദ്രം മറുപടി സമർപ്പിച്ചിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. എന്നിരുന്നാലും ഹർജിക്കാരുടെ രേഖാമൂലമുള്ള വാദങ്ങൾ ഇപ്പോൾ മറ്റു നിരവധി വിഷയങ്ങളിലേക്ക് വ്യാപിക്കുന്നു. 3 വിഷയങ്ങളിൽ മാത്രം ഇത് പരിമിതപ്പെടുത്തണമെന്നാണ് എന്റെ അഭ്യർത്ഥന, അദ്ദേഹം പറഞ്ഞു. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സ്വിംഗിയും ഇതിനെ എതിർത്തു. ഹർജിക്കാരുടെ വക്കീലുമാർ പറയുന്നത് ഇപ്പോൾ 3 വിഷയങ്ങളിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല, കഷണങ്ങളായി വാദം കേൾക്കാൻ കഴിയില്ല എന്നാണ്. വഖഫ് ഭൂമി പിടിച്ചെടുക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ശ്രീ സിബൽ പറഞ്ഞു. ഒരു നടപടിക്രമവും പാലിക്കാതെ വഖഫ് സ്വത്തുക്കൾ എടുത്തു കളയുന്ന രീതിയിലാണ് നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് സൃഷ്ടിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഒഴിവാക്കണമെന്നും മുസ്ലിങ്ങൾക്ക് അവരുടെ മത ആചാരം പാലിക്കാൻ എന്തിന് 5 കൊല്ലം കാത്തിരിക്കണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബൽ ചോദിച്ചു. മുസ്ലിമായ ഒരാൾക്ക് മരണക്കിടക്കയിൽ ഒരു വഖഫ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എങ്ങനെ അയാൾക്ക് 5 കൊല്ലം മുസ്ലിമായി ജീവിക്കാൻ കാത്തിരിക്കാൻ പറ്റുമെന്നും കപിൽ സിബൽ ചോദിച്ചു. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു മുസ്ലിമിനെ വഖഫ് ചെയ്യാൻ എങ്ങനെ ആ കിടക്കയിൽ നിന്നും ഒരു മുസ്ലിമാണെന്ന് തെളിയിക്കാനും 5 കൊല്ലമായി മതം ആചരിക്കുന്ന ആൾ എന്ന് തെളിയിക്കാനും രേഖ ഉണ്ടാക്കാനും പറ്റുമെന്നും കപിൽ സിബൽ ചോദിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അദ്ദേഹം പറഞ്ഞു. ഇത് മുസ്ലിങ്ങൾക്കെതിരായ നിയമമെന്നും ഹർജിക്കാർ വാദിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.